കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മൂക്കിന്റെ പാലം തകർന്നതും പിന്നീട് ശസ്ത്രക്രിയ നടത്തിയതും വലിയ വിവാദമായ വിഷയങ്ങൾ മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ആശുപത്രിവാസത്തിന് ശേഷം പിന്നീട് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിലെത്തി വാർത്താസമ്മേളനം നടത്തി. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഷാഫി പറമ്പിൽ ഉയർത്തിയത്. ബോധപൂർവം ഗൂഢാലോചന നടന്നു. ഈ വിഷയത്തിൽ തനിക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. മാത്രവുമല്ല, തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. തലയിലും മൂക്കിലും അടിച്ച ശേഷം തനിക്ക് നേരെ വീണ്ടും ലാത്തിയൊങ്ങി ഇയാൾ എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ദൃശ്യങ്ങൾ സഹിതം, സ്ക്രീൻഷോട്ടുകൾ സഹിതം, അതിൻ്റെ ഇമേജ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതിനും അപ്പുറമുള്ള ഗുരുതരമായ ആരോപണം ഈ CI അഭിലാഷ് അത് 2023 ഇയാളെ പിരിച്ചുവിട്ടതാണ് സർക്കാർ. അങ്ങനെ പിരിച്ചുവിട്ടു എന്ന് സർക്കാർ പറയുന്ന പോലീസുകാരനാണ് തന്നെ മർദ്ദിച്ചത് എന്നതാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ 2023 ജനുവരി 16 ഈ അഭിലാഷിനെ സസ്പെൻഡ് ചെയ്തത് എന്നതാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ജനുവരി 19 വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണ് എന്നതാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത്. അങ്ങനെ ഇയാൾക്ക് CPM-മായി ബന്ധമുണ്ട്. ഇയാൾ സസ്പെൻഷൻ കാലയളവിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ പിരിച്ചുവിടലിന് ശേഷം അയാളെ വീണ്ടും അയാളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് പിന്നീട് ഇവിടെ പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അയാൾ ഇപ്പോൾ പിരിച്ചുവിട്ടതിന് ശേഷം ഈ തിരിച്ചെടുക്കുന്ന ഇതുപോലെയുള്ള പോലീസുകാർ ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നത്. അത്തരമൊരു ഗുണ്ടയാണ് ഈ അഭിലാഷ്. അയാളാണ് തന്നെ മർദ്ദിച്ചത് എന്നതാണ് ഷാഫി പറമ്പിൽ വലിയ ഗുരുതര ആരോപണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയും. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ പോലീസ് ഗുണ്ടകളിൽ ഒരാളാണ് അഭിലാഷ് ഡേവിഡ് എന്നതാണ് ഷാഫി പറമ്പിലിന്റെ വലിയ ഗുരുതരമായ ആരോപണം. ഇയാളെ പിരിച്ചുവിട്ടതായി മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മറച്ചുവെക്കാൻ ഇതിന്റെ രേഖകൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖകൾ കൂടി കാണിക്കുന്നു. മാത്രവുമല്ല, തന്നെ മർദ്ദിച്ചത് വളരെ ആസൂത്രിതമായിട്ടാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് അന്ന് അവിടെ സംഭവിച്ചത് എന്നതാണ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത് ആസൂത്രിതമായാണ് എന്ന് പറയുന്നു. പോലീസ് അതിക്രമം ആസൂത്രിതമായി നടത്തിയതാണ്. പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്ന് കൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഈ മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ നിന്ന് പുറത്തുവിട്ടു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയാണ്. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നു, പല തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവുകൾ, പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവുകൾ കൈമാറും എന്നത് പറയുന്നു, നിയമ നടപടികൾ തുടരുമെന്ന് പറയുന്നു. SP തന്നെ പോലീസിലെ ചിലരാണ് ഇതിന് പിന്നിൽ, ഈ അക്രമത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല, ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമമുണ്ടായതിന്റെ തുടർ ദിനങ്ങളിൽ പേരാമ്പ്രയിൽ യോഗം കൂടി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത് എന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തുകയാണ്. ഷാഫി പറമ്പിൽ ഈ തെളിവുകൾ സഹിതം ഇത് കാണിക്കുന്നു, ഇതിലുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നു. ഇതിൽ ദൃശ്യങ്ങൾ, കൂടുതൽ തെളിവുകളായി ദൃശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഏറ്റവും ഗുരുതരമായ ആരോപണം, പിരിച്ചു വിട്ടു എന്ന് സർക്കാർ പറഞ്ഞ ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അയാൾ പോലീസിന്റെ ഗുണ്ടയായി, പോലീസിലെ സർക്കാർ ഗുണ്ടയായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ്. ഇതിൽ നേരത്തെ തന്നെ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. കളങ്കിതരായ 144 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം അന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. നടപടി നേരിട്ടവർ ഇപ്പോൾ തിരിച്ചെത്തി എന്നതിൻ്റെ തെളിവുൾപ്പെടെയാണ് ഷാഫി പറമ്പിൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തായാലും മുഖ്യമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. 144 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അന്ന് സഭയിൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ, ഈ മാസം തന്നെയാണ് സഭയിൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ തന്നെ വലിയ രീതിയിൽ, സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി സഭയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. എവിടെ തെളിവ് എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. 2016 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 13 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നതാണ് മുഖ്യമന്ത്രി 2023 സഭയിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് 2025 വരെയുള്ള ഈ കാലയളവിൽ 144 പേരെ പിരിച്ചുവിട്ടു എന്ന കണക്ക്, അത് ഒരു വലിയ കണക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണ് എന്നതാണ് മുഖ്യമന്ത്രിയോട് അന്ന് ചോദ്യമായി കോൺഗ്രസിലെ പലരും ഉന്നയിച്ചത്. 6 വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽപ്പെട്ടത് 828 പോലീസുകാരെന്ന് മുഖ്യമന്ത്രി 2023 പറഞ്ഞിരുന്നു. കോടതി ശിക്ഷിച്ചത് 14 പേരെ, പോക്സോ കേസുകളിൽപ്പെട്ട 23 പേർ, കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഒരാൾ, കോടതി റദ്ദാക്കിയ FIR 30, അന്വേഷണ ഘട്ടത്തിലുള്ള കേസുകൾ 89 എന്നിങ്ങനെ ഒരു കണക്കാണ് അന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ചത്. അപ്പോൾ 144 പേരിലെ പിന്നെ പിരിച്ചുവിട്ടു എന്ന ഒരു കണക്ക് 2025 ആകുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു, അത്രയും നടപടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്നു. പക്ഷേ അതിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-2016 കാലഘട്ടത്തിൽ സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ UDFന്റെ അവകാശവാദം. അപ്പോൾ അതിൽ കുറവാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നടപടി എന്നതാണ് അവർ പറയുന്നത്. പിണറായി സർക്കാരിന്റെ 9.5 വർഷ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്ന് ശുപാർശയുണ്ടായിട്ടും നടപടിയെടുക്കപ്പെട്ട മിക്കവരും സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ മാത്രമാണ്. ക്രിമിനൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ സർക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നത്. അന്ന് വാർത്താ സമ്മേളനം നടത്തി ഈ ആരോപണം ഉന്നയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. 144 പേരെ പിരിച്ചുവിട്ടുവെങ്കിൽ അതിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചു. ഇന്ന് ഷാഫി പറമ്പിൽ പറയുന്നു, ഈ വിവരാവകാശ രേഖ പ്രകാരം ചോദിക്കുമ്പോൾ ആ പിരിച്ചുവിട്ടവരുടെ വിവരങ്ങൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ വീണ്ടും സംശയം ജനിക്കുകയാണ്. അവിടെയാണ്
ഈ CI അഭിലാഷ് ഡേവിഡ് എന്ന വ്യക്തി പിരിച്ചുവിടപ്പെട്ട ആളാണ് എന്നും അയാൾ ഇപ്പോൾ സർവീസിലുണ്ട് എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനോട് അഭിലാഷ് ഡേവിഡ് പ്രതികരിച്ചത് താൻ അന്ന് സസ്പെൻഷനിൽ മാത്രമായിരുന്നു, തന്നെ പിരിച്ചുവിട്ടിരുന്നില്ല. സസ്പെൻഷൻ കാലയളവിന് ശേഷം നടന്ന എൻക്വയറികളിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിച്ച് താൻ വീണ്ടും സർവീസിൽ എത്തിയതാണ് എന്നതാണ് അഭിലാഷ് ഡേവിഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനുമപ്പുറം നേരത്തെ പോലീസിലെ ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ SPO മറ്റ് ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടിരുന്നോ, പിന്നീട് സർവീസിൽ എത്തിയതാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ ഇതിൽ മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കാണ്. മാത്രവുമല്ല 144 പേരെ പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സഭയ്ക്കുള്ളിലാണ്. സഭാ അംഗങ്ങൾ ഉൾപ്പെടെ അതിലെ തെളിവുകൾ തേടുമ്പോൾ കൊടുക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വസ്തുതകൾ എന്താണ് എന്നത് വാചകങ്ങൾക്കപ്പുറം തെളിവുകളായി ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം അത്തരം വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും സഭയിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് സഭയിൽ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങളുണ്ടാകും. ഒരു പക്ഷേ അപ്പോഴോ അതിനു മുൻപോ ഇതിൽ വ്യക്തത വരുത്തേണ്ടുന്ന ബാധ്യത മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനുമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഉയരുന്നത് വളരെ ഗൗരവമായ ആരോപണങ്ങളാണ്.